പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ്. ഈ നല്ല സമയത്ത് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ അത്ഭുതകരമായി കാത്തുപരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കിയേ, ഓരോ ആവശ്യങ്ങളിലും കൂടെ ഇരുന്ന് ഓരോ സെക്കൻഡുകളിലും ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും കർത്താവ് നമ്മളെ വിടുവിച്ചു. ആമേൻ. തന്റെ ദൂതന്മാരെ അയച്ചു നമ്മളെ കാവൽ ചെയ്തു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് അനുഗ്രഹിച്ചില്ലേ? ദൈവകൃപയിൽ നമ്മളെ സൂക്ഷിച്ചില്ലേ? നന്ദിയോടെ സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ഉണർത്തിയത് ദൈവത്തിന്റെ കൃപയാണെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറയും. ഇന്ന് കർത്താവ് നമ്മളെ ഉള്ളം കയ്യിൽ വരച്ച് നടത്തുന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്താട്ടെ. ആ ഫേവർ നമ്മളെ ചുറ്റി നിൽക്കുന്നതോർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് മാറാത്തവനാകുന്നു. ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നല്ലവൻ, കർത്താവ് വിശ്വസ്തൻ, കർത്താവ് മാറാത്തവൻ, കർത്താവ് മതിയായവൻ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അമേൻ. 56-ാം സങ്കീർത്തനം പറയുന്നു. അമേൻ. അതിന്റെ 12-ാമത്തെ വാക്യം, ദൈവമേ, കർത്താവിനുള്ള നേർച്ചകൾക്ക് ഞാൻ കടംപെട്ടിരിക്കുന്നു. ഞാൻ കർത്താവിന് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ചെയ്ത നന്മകളെ ഓർത്ത് സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് കർത്താവിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും കൂടി വരുവാൻ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും അവരെ എവിടെയായിരുന്നോ അവിടെ ദൈവിക കൃപ അവർക്ക് അനുഭവിപ്പാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവശക്തി അനുഭവിപ്പാൻ കർത്താവ് കൃപ കൊടുക്കണം. രോഗികളായി ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നസ്രനായ യേശുവിന്റെ നാമത്തിൽ അവർ പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അലർജിയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് തരത്തിലുള്ള അലർജികളാണെങ്കിലും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ അലർജിയുടെ ആത്മാവ് അവരെ വിട്ടുപോട്ടെ, അവർ സൗഖ്യമാകട്ടെ. മൈഗ്രെയിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മൈഗ്രെയിന്റെ സ്പിരിറ്റ് അവരെ വിട്ടുമാറട്ടെ, അവർ സ്വസ്ഥമാകട്ടെ. അതുപോലെ ഫിറ്റ്സ് മുഖാന്തരം ബുദ്ധിമുട്ടുന്നവർ, ആമേൻ, ഹല്ലേലൂയ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടയാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. അവർ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. അതുപോലെ കർത്താവെ, ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, അവർ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ശരീരത്തിൽ നീരിന്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ബലൂണിൽ നിന്ന് കാറ്റ് പോകുന്നത് പോലെ ആ നീർക്കെട്ടുകൾ അവരെ വിട്ടുമാറട്ടെ. അവർക്ക് പരിപൂർണ്ണ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ലോകത്തെമ്പാടും സഭായോഗം നടക്കുമ്പോൾ കർത്താവിന്റെ വലിയ ഗ്ലോറി വെളിപ്പെടണമേ. അഭിഷക്തന്മാരെ ഉപയോഗിക്കണമേ, ജനത്തെ ഉപയോഗിക്കണമേ, എല്ലായിടത്തും ദൈവിക സംരക്ഷണം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ നമ്മുടെ മീറ്റിംഗ് ഏറ്റവും ബ്ലസ്ഡ് ആയി തീരണം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആക്കി നാളത്തെ മീറ്റിംഗിനെ മാറ്റണം. കർത്താവിന്റെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകല മഹത്വം പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നമ്മുടെ 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, നാളത്തെ മീറ്റിംഗിന് വേണ്ടി. അപ്പം നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെങ്കിൽ ആ കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. ആ സ്തോത്രം പറഞ്ഞ് നിങ്ങൾ ഇന്ന് ആ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയണം, നമുക്കിങ്ങനെ മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ അതിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ അവരെ ഓർപ്പിക്കണം. ഓക്കെ, ഇത് പ്രാർത്ഥനയുടെ മാസമാണ്. നമ്മൾ ഈ 4-ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ
സ്പെഷ്യലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കകത്ത് വലിയൊരു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ മാസം തുടങ്ങിയിരിക്കുന്നത്. ദിവസം ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ആരാധനയുണ്ടാകണം, വചനധ്യാനമുണ്ടാകണം, പ്രൊക്ലമേഷൻസ് ഉണ്ടാകണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ഐക്യതയോടുള്ള പ്രാർത്ഥന വേദപുസ്തകം പറയുന്നു, ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഭൂമിയിൽ വെച്ച്, അതായത് നമ്മളിപ്പോൾ പാർക്കുന്നത് ഭൂമിയിലാണ്, ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ ചോദിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ, ഒരു ഹൃദയവും ഒരു മനസ്സും ഒരേ താല്പര്യവും അതിനകത്ത് വന്നാൽ, സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ നിന്ന് നിങ്ങൾക്കതിൽ ലഭിക്കും. എത്ര മനോഹരമായ വാക്യം, എത്ര മനോഹരമായ വാഗ്ദത്തം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണം? ഒരുമനപ്പെട്ട പ്രാർത്ഥനയായിരിക്കണം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം നിങ്ങൾ കുടുംബത്തിലാണെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ട് ആ വിഷയത്തിന്റെ പ്രാധാന്യം നിങ്ങൾ അന്യോന്യം പറഞ്ഞ് ആ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം അങ്ങനൊരു സിസ്റ്റത്തിലല്ല മിക്കവാറും എല്ലായിടത്തും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയണം, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളോട് ഇരിക്കുമ്പോൾ പറയണം, ഇതിന്റെ വിഷയം നമുക്ക് അത്യാവശ്യമാണ്, ഇതിനകത്ത് നമ്മൾ ഐക്യമത്യപ്പെടാൻ പോവാം, നമ്മൾ അതിന്റെ പ്രാധാന്യം എന്തെന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആഗ്രഹത്തോടെ, ഒരു താല്പര്യത്തോടെ ഒന്നിച്ച് പ്രാർത്ഥിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഒരു പണ്ട് കാലത്തൊക്കെ കൈവണ്ടിയുണ്ട്, തടി മേളിലോട്ട്, ഒരു കൈവണ്ടി തള്ളിക്കൊണ്ട് മേളിലോട്ട് പോവാം. അത് ഒരാൾ തന്നെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് പ്രയാസമാണ്. എന്നാൽ എല്ലാവരും കൂടെ ഒന്നിച്ചൊരു ദിശയിലേക്ക് തള്ളുമ്പോൾ അത് കുറെ കൂടി എളുപ്പത്തിൽ നടക്കും. എന്നാൽ 5 പേരുണ്ട്, ഒരാൾ മുന്നോട്ട് തള്ളുന്നു, ഒരാൾ പുറകോട്ട് തള്ളുന്നു, ഒരാൾ തള്ളുന്നില്ല, ഒരാൾ കൈ വെച്ചിട്ടേ ഉള്ളൂ, അശ്രദ്ധമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഇതുപോലെ ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരേ താല്പര്യത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ആദിമസഭ അത് അധികം എക്സ്പീരിയൻസ് ചെയ്തു. അവർ ഏത് വിഷയം വന്നപ്പോഴും അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. 4-ാം അധ്യായത്തിൽ സഭയ്ക്ക് പീഡനം നേരിട്ടപ്പോൾ അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. 4:24 അവർ ഒരുമനപ്പെട്ടു, ഒരു മനസ്സോടെ, കർത്താവേ ഈ വിഷയത്തിൽ അങ്ങയുടെ പ്രവൃത്തി നടന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങിയെന്നാണ് അതിന്റെ 31-ാമത്തെ വാക്യം പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ സഭയ്ക്കകത്ത് വീണ്ടും പീഡനം വന്നു. യാക്കോബിനെ വാളാൽ കൊന്നു. പത്രോസിനെ കൊല്ലാനായിട്ട് വെച്ചിരിക്കുന്ന ദിവസം ദൈവസഭ എന്ത് ചെയ്തു? ഇവർ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. കർത്താവേ, യാക്കോബ് പോയി, ഞങ്ങൾക്ക് ഇനിയും. അപ്പോഴത്തേനും അവർക്ക് മനസ്സിൽ വിഷമമായി, കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ച് കാണുന്നില്ല. പക്ഷെ പത്രോസ് എന്നതേ അവരുടെ നേതാവ്, പത്രോസൂടെ പോയി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. അപ്പോൾ അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. സഭ അതിന്റെ ആവശ്യം അറിഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ നമുക്കറിയാം, കാരാഗ്രഹത്തിനകത്ത് ദൂതൻ ഇറങ്ങുകയും കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും ഹല്ലേലൂയ പത്രോസിനെ വിടുവിക്കുകയും ചെയ്യുന്നു. സൂപ്പർ നാച്ചുറലായ ഡെലിവറൻസ് നടക്കുന്നു. ഇന്ന് ദൈവസഭയ്ക്കകത്ത് നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിൽ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. നിങ്ങൾ അതിന് മുൻകൈ എടുക്കണം. നിങ്ങളുടെ വീടിനകത്തുണ്ടാകണം. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ചിലരെ വിളിച്ച് അവരോട് പറയണം, എന്നോടുകൂടെ ഒന്ന് ചേരാമോ, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഒരുമനപ്പെട്ട് അവരെയും കൂട്ടി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ചിലരെ കൂടെ വിളിച്ചിട്ട് അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദർ ഇസ് ബിഗ് പവർ, അസാധാരണമായ പവറാണ് ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയ്ക്ക്. അതുകൊണ്ട് ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിലുണ്ടാകണം, നിങ്ങളുടെ സഭയ്ക്കകത്തുണ്ടാകണം. നിങ്ങൾക്ക് പ്രിയപ്പെട്ട വളരെ ക്ലോസ് ആയിട്ട് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ വിളിക്കുക. നിങ്ങൾ ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ലെങ്കിൽ തിരുവഴുത്തി പറഞ്ഞു, ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ. ആരെങ്കിലും നിങ്ങളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് പ്രാർത്ഥനയ്ക്ക് നിങ്ങളെ സഹായിക്കുന്നു ആരെങ്കിലും വിളിക്കുക, ഒരുമിച്ച് കൈകോർത്തുക, ആ വിഷയം ടോപ്പിക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, ഒന്നിച്ച് അതിന്മേൽ കർത്താവിന്റെ കരം വെക്കുവാനായിട്ട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കും. അതിന്മേൽ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയും കേട്ടോ. അപ്പൊ ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമാണുള്ളത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കണം. നാളത്തെ മീറ്റിംഗിന് വേണ്ടി നിങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. ഉണർവിന് വേണ്ടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.